ഹലോ ഫ്രണ്ട്സ്, അയാൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട്. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ്. സേമിയയും പാലും പഞ്ചസാരയും ഉണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. ഇത്രയും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാവും. കഴിച്ചു തുടങ്ങിയാൽ നിർത്താനേ പറ്റില്ല, അത്ര ടേസ്റ്റാണ്. ഇനി എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. അത് വളരെ തിന്നായിട്ടുള്ള സേമിയാണ്. നമ്മൾ പായസത്തിന് എടുക്കുന്ന സേമിയല്ല, ഉപ്മാവിന് വേണ്ടി എടുക്കുന്ന സേമിയാണ്. സേമിയ പ്രത്യേകം വേവിക്കുന്നില്ല, അതുകൊണ്ട് ഈ സേമിയ തന്നെ എടുക്കണം. കട്ടിയുള്ളത് എടുത്താൽ ഇതിന് അത്ര ടേസ്റ്റ് വരില്ല. അതുപോലെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ അത്രയും ചേർക്കുന്നില്ല, മധുരം അനുസരിച്ച് ചേർത്താൽ മതി. എനിക്ക് മധുരം കുറച്ച് മതി ആയതുകൊണ്ട് ഞാൻ അത്രയും ചേർത്തില്ല. ഇനി പകുതിയോളം സേമിയ ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഒടിച്ചിടണ്ട, ഒടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ അങ്ങനെ കിടന്നോട്ടെ, കുഴപ്പമില്ല. നീളത്തിനുള്ളതാണെങ്കിൽ ഒടിച്ചു കൊടുത്താൽ മതി. ഇനി അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് പാല് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഒരു 2 ഗ്ലാസ് പാലും അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്താണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് അടുത്ത് നമുക്ക് സേമിയ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടായി ചൂടാകുമ്പോൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഒരു നിറം മാറി വരുന്ന സ്റ്റേജ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്ത് കരിഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറായിട്ട് വരണം, നിറം മാറി വരണം. അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരട്ടെ, അതുവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. വളരെ തിന്നായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടിക്കോളും. അത് ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ച ശേഷം അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഈ സമയം കൊണ്ട് ഞാൻ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാല് മാറ്റി വെച്ചിട്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് പാലോളം എടുത്തിട്ട് 3 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാല് തിളച്ച ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പാലും കസ്റ്റർഡ് പൗഡർ മിക്സും കൂടി കൈവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഒട്ടും അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഈ ടൈമിൽ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ മധുരം എത്രയാണോ അതനുസരിച്ച് ചേർത്താൽ മതി. ഇനി പഞ്ചസാരയും കൂടെ നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ, അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സ്റ്റേജെത്തും. അതും കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടി തിക്കാവുന്ന സ്റ്റേജ് വരെ നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിക്കായിട്ട് വരണം. നമ്മൾ ഈ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതിനേക്കാളും നല്ലതുപോലെ തിക്കായിട്ട് വരണം. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അങ്ങനെ ആയതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓഫാക്കാൻ പാടുള്ളൂ. അതുവരെ തിളച്ച് നല്ല കുറുകിക്കൊണ്ടേ ഇരിക്കണം. അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ചെയ്യുന്നതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടി പിടിച്ച് പോകാനും ചാൻസ് ഉണ്ട്, അടുക്കി പിടിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം അത്രയും മതിയാവും. 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 സ്പൂൺ പഞ്ചസാര അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നൂൽപ്പരുവൊന്നും ആവണ്ട, അതിന് മുമ്പേ തന്നെ ഓഫാക്കാം. ആ വെള്ളത്തിൽ നല്ല മധുരം ലയിച്ച് വരണം, അത്രയും ആക്കിയാൽ മതി. ഇനി ഒരു പാത്രം സെറ്റ് ചെയ്യാം. പാത്രത്തിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത ശേഷം അതിലേക്കാണ് ഈ മിക്സ് ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് ലെയറായിട്ട് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ആ പാത്രത്തിലെ എല്ലാ സ്ഥലത്തും പരന്ന് കിടക്കത്തക്ക രീതിയിൽ ഒന്ന് സേമിയ സെറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത സെക്കൻഡ് ലെയറായിട്ട് കസ്റ്റർഡ് പൗഡർ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. അതും സേമിയ കവർ ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു സേമിയ 3 ലെയർ, കസ്റ്റർഡ് പൗഡർ 2 ലെയർ ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് എത്ര വേണോ ചെയ്യാം. കുറച്ചും കൂടി പൊക്കമുള്ള പാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഒരു 4-5 ലെയർ, വീണ്ടും 2 ലെയറും കൂടെ കൂട്ടി കൊടുക്കുക. എങ്ങനെ വേണോ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഈ ലെയർ സെറ്റ് ചെയ്യുമ്പോൾ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. നട്ട്സൊന്നും ഞാൻ ഇടുന്നില്ല, സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. ഇനി സേമിയ അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2-3 ലെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
നട്ട്സൊക്കെ ഇടുവാണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ലാസ്റ്റ് ലെയർ ചെയ്ത് ഇനി ലാസ്റ്റ് ലെയറായിട്ട് വീണ്ടും സേമിയ ഇട്ട് കൊടുക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് സേമിയ വേണം ചെയ്ത് കൊടുക്കാൻ, അതാണ് കുറച്ചും കൂടി ഭംഗി. ഈ സേമിയയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പ് സേമിയയുടെ മുകളിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് സേമിയ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. സേമിയ കുറച്ചൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ലാസ്റ്റത്തെ ലെയറിന് ആ സേമിയയ്ക്ക് നല്ലൊരു മധുരവും കിട്ടും. ഇതിൻ്റെ അടിയിലുള്ള സേമിയയ്ക്കൊക്കെ കസ്റ്റർഡ് പൗഡറിൻ്റെ ആ മിക്സിൻ്റെ സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ മധുരവും എല്ലാം കിട്ടും. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ട് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റായി കഴിഞ്ഞു. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മധുരപലഹാരം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ പേര് മാത്രം എനിക്കറിയില്ല. ഇത് കുനാഫ പോലെയാണ്, പക്ഷേ കുനാഫ അല്ല. കുനാഫയുടെ വകയിലൊരു ബന്ധുവായിട്ടൊക്കെ വരും, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെയൊക്കെ ആണെന്ന് തോന്നുന്നു. കുനാഫ ഞാനിതുവരെ കഴിച്ചിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ അയാൻസ് വേൾഡ്.